4th സെം BA BSc കോമൺ കോഴ്സിൽ വിവർത്തനം എന്നുള്ള യൂണിറ്റിൽ പഠിക്കാനുള്ള തുറന്ന ജാലകം എന്നുള്ള കഥ. അന്ന ബ്ലാദിയാന എന്ന കഥാകാരി എഴുതിയ കഥ വൈക്കം മുരളിയാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന ബ്ലാദിയാന എന്നുള്ള നോവലിസ്റ്റിൻ്റെ ജീവിതത്തിലുള്ള തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങളാണ് അതിൽ പറയുന്നത്. ജയിലറയ്ക്കുള്ളിൽ കിടക്കേണ്ടി വന്ന അച്ഛൻ്റെ ഓർമ്മകളും വേദനകളും ബാല്യകാലത്ത് തന്നെ അവരുടെ മനസ്സിൽ വല്ലാത്ത മുറിവായിരുന്നു. അപ്പോൾ പ്രത്യേക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരു പുരോഹിതനായിരുന്നിട്ട് കൂടി ഒഡീലിയ വലേറിയ കോമാൻ എന്ന അന്ന ബ്ലാദിയാനയുടെ അച്ഛനെ വേട്ടയാടുക. അപ്പോൾ ആ ഒരു ജീവിത പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് ഈ കവിത രചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ മഹിമയും അടിമത്വത്തിൻ്റെ ഭീകരതയും എടുത്തു കാണിക്കുന്ന സാഹിത്യകൃതികൾക്ക് അവർ ജന്മം നൽകിയിട്ടുണ്ട്. അപ്പോൾ തുറന്ന ജാലകത്തിലെ ജയിലിൽ അടയ്ക്കപ്പെടുന്നത് ഒരു ചിത്രകാരനാണ്. അപ്പോൾ ചായക്കൂട്ടുകൾ കൊണ്ട് വിവിധ വികാരാവിഷ്കരണങ്ങളെയും ചിത്രങ്ങളെയും സമന്വയിപ്പിക്കുന്ന ചിത്രകാരൻ ജയിലറയ്ക്കുള്ളിൽ ഒരു ജനാല വരയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം ഇരുട്ടിനെ വെറുക്കുന്നു. അപ്പോൾ അവിടേക്ക് കാറ്റും വെളിച്ചവും വരാൻ വേണ്ടിയിട്ടാണ് ജനാല വരച്ചത്. പിറ്റേ ദിവസം ജയിലറയ്ക്കുള്ളിൽ റൊട്ടിയും വെള്ളവുമായിട്ട് വരുന്ന ജയിലർ ജനാല കണ്ട് അമ്പരക്കുന്നു. കാരണം അയാൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റേതായിട്ടുള്ള വെളിച്ചം ഇഷ്ടമല്ലാത്തത് കൊണ്ട് അയാൾ അതിനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അയാൾ പിന്നെ ആ ജനലിനെ അടയ്ക്കാനായിട്ട് നോക്കുന്നു. അങ്ങനെ അടയ്ക്കാനായിട്ട് ചെല്ലുമ്പോൾ ആഞ്ഞു കുതിച്ച കുതിപ്പിൽ തന്നെ അയാൾ തലയടിച്ച് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജയിലർ വീണത് കണ്ടപ്പോൾ ഞാനിവിടെ ഇരുട്ടായിരുന്നതുകൊണ്ട് ഒരു ജാലകം തുറന്നിട്ടു, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്ന ചിത്രകാരൻ. അപ്പോൾ അതിനെ കളിയാക്കുന്ന ജയിലർ അയാൾ പൊട്ടി ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ജനലിൻ്റെ ആവശ്യമില്ല, ഇവിടെ ഇരുട്ടറ മാത്രമാണ് എന്നുള്ള അയാളുടെ ആ ഒരു ധാർഷ്ട്യം നമുക്ക് അയാളുടെ വാക്കുകളിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ജയിലറുടെ വാക്കുകളെ അംഗീകരിക്കാൻ ചിത്രകാരൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ചിത്രകാരൻ പറയുന്നുണ്ട്, എനിക്കിവിടെ വെളിച്ചം വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു ജനാല വരച്ചു, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കടന്നു വന്നപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ പ്രകാശകിരണങ്ങൾക്ക് മുമ്പിൽ അടച്ചു പിടിക്കേണ്ടി വന്നില്ലേ അപ്പോൾ കലാകാരൻ അദ്ദേഹത്തിൻ്റെ കലയുടെ മഹത്വത്തെക്കുറിച്ച് അങ്ങനെ വിശദീകരിക്കുക. പക്ഷെ അതൊന്നും തന്നെ ജയിലർക്ക് കേൾക്കാനുണ്ടായിരുന്നില്ല. അയാളുടെ മനസ്സിൽ കുറ്റവാളി മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾ തനിക്ക് അധികാരം പ്രയോഗിക്കാനുള്ള ഒരു കുറ്റവാളിയുടെ മുഖം അത് മാത്രമാണ് ചിത്രകാരനിൽ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു അഹന്ത ജയിലറുടെ മുഖഭാവത്തിൽ ഉണ്ട്. അപ്പോൾ ജയിലർ ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ ഈ ഗോപുരത്തിൽ ജാലകങ്ങളില്ല, നിങ്ങൾ എന്നെ കബളിപ്പിക്കുകയാണ്, അതൊരിക്കലും ഉണ്ടാവില്ല. ഇവിടേക്ക് വരുന്നവരും കലാകാരനായാലും കൊള്ളക്കാരനായാലും കൊലയാളിയായാലും ഇതിനകപ്പെട്ട് കഴിഞ്ഞാൽ അവൻ തടവുള്ളിയാണ്. അയാൾക്ക് പിന്നെ മോചനത്തിനുള്ള മാർഗ്ഗമില്ല. നിയമത്തിൻ്റെ ക്രൂരത അത്ര കടുത്തതാണ് ഇവിടെയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിത്രകാരൻ അതിനെ എതിർത്തിട്ട് ഇവിടെ പകൽവട്ടം വരുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജയിലർ അതിനെ കളിയാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ജാലകത്തിലൂടെ രക്ഷപ്പെട്ടു കൂടാന്നാണ് ജയിലറുടെ ചോദ്യം. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ചിത്രകാരൻ കുറച്ച് നേരം ഇങ്ങനെ ജയിലറെ നോക്കി നിന്നിട്ട് അയാൾ ചുമരിൻ്റെ നേർക്ക് 2-3 അടി അങ്ങനെ വെക്കുകയാണ്. അപ്പോൾ അവസാനം അയാൾ ജനൽ കൂടെ അങ്ങനെ പുറത്തേക്ക് ചാടുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയും അവനെ തടയണം എന്നുള്ള ചിന്തയാണ് ജയിലർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അയാൾ അത് വിചാരിച്ചിട്ട് നേരെ ചിത്രകാരൻ്റെ അടുത്തേക്ക് പാഞ്ഞുവെങ്കിലും അയാൾക്ക് അയാളുടെ തല ചുമരിലടിച്ച് താഴെ വീഴുകയാണ് ചെയ്തത്. അപ്പോൾ അന്തരീക്ഷത്തിലൂടെ ചിത്രകാരൻ്റെ ശരീരം അങ്ങനെ അതിവേഗം കടന്നു പോകുമ്പോഴും ജയിലർക്ക് അങ്ങനെ ആക്രോശിക്കാനല്ലാതെ വേറൊന്നിനും തന്നെ കഴിഞ്ഞില്ല. അപ്പോൾ ആ ആക്രോശം നിലച്ചത് ഗോപുരത്തിന് താഴെ ജഡം വന്ന് വീണപ്പോഴാണ് എന്ന് പറഞ്ഞിട്ട് കഥ അവസാനിക്കുകയാണ്. അപ്പോൾ മരണം വിധിക്കാൻ മാത്രമുള്ള ജയിലറയിൽ നിന്ന് കലാകാരൻ മരണത്തിലൂടെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും അതിനെ അനുവദിക്കാതെ തങ്ങൾ അനുഭവിച്ചു കൊടുക്കുന്ന മരണം മാത്രമേ അവനുണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള ചിന്തയാണ് ജയിലറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള
ജയിലർ എപ്പോഴും വെളിച്ചത്തിന് എതിരാണ്. വെളിച്ചം കടന്നു വരുന്ന എല്ലാ വഴികളും അടച്ച് ഇരുട്ടറകളിലേക്ക് കാവലിരിക്കുകയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കലാകാരനാകട്ടെ എപ്പോഴും ജീവിതത്തിലേക്ക് വെളിച്ചത്തെ എങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇരുട്ടറയിലെ ജീവിതത്തേക്കാൾ മരണമാണ് നല്ലത് എന്നുള്ള കലാകാരൻ്റെ ആഗ്രഹം, അത് അയാൾ തൻ്റെ മരണത്തിലൂടെ നേടുന്നതാണ് കഥയിലൂടെ കാണിക്കുന്നത്. അപ്പം സ്വാതന്ത്ര്യത്തിൻ്റെ ആ വല്ലാത്തൊരു ആവശ്യകത അല്ലെങ്കിൽ ആഗ്രഹം അതവിടെ എടുത്തു കാണിക്കുകയാണ്. സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം മരണത്തിന് തുല്യമാണ് എന്ന് എടുത്തു കാണിക്കുകയാണ് കഥയിലൂടെ ചെയ്യുന്നത്.